പ്രകാശം ജലം പോലെയാണ് എന്ന് പറഞ്ഞ കഥയില് ബൾബ് കുത്തിപ്പൊട്ടിച്ച ബൾബിൽ നിന്ന് വരുന്ന പ്രകാശത്തില് ഒരു തോണിയെടുത്ത് തുഴഞ്ഞു നടന്ന രണ്ട് പിള്ളേരുടെ കഥ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഗബ്രിയേൽ ഗാർഷ്യ മാർക്സ് ഏതോ പാതിരാത്രി കഞ്ചാവ് അടിച്ചിരുന്ന് എഴുതിയ കഥയാണ് അത് എന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. യെസ്, ഇൻ വീഡിയോ ഐ ആം ഗോയിങ് ടു ടോക്ക് യു അബൌട്ട് സർ റിയലിസം ആൻഡ് മാജിക്കൽ റിയലിസം. നമ്മുടെ ഈ ഒരു സാഹിത്യ മേഖലയിലെ ചിത്രരചന രംഗത്തെയൊക്കെ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു കാറ്റഗറിയാണ് ഈ സർ റിയലിസം മാജിക്കൽ റിയലിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെ പറ്റിയിട്ട് ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഐ കൻ ഗിവ് ടു യു. വാട്ട് ഈസ് മീൻ ബൈ സർ റിയലിസം ആൻഡ് മാജിക്കൽ റിയലിസം? ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിൽ വികസിച്ചൊരു കലാപ്രസ്ഥാനമാണ് മാജിക്കൽ റിയലിസം, സർ റിയലിസം എന്നൊക്കെ പറയുന്നത്. കലാകാരന്മാർ അബോധ മനസ്സിനെ പലപ്പോഴും യുക്തിരഹിതമായ സ്വപ്നതുല്യമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് സർ റിയലിസം അല്ലെങ്കിൽ ഈ ഒരു മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പലപ്പോഴും തത്വചിന്താപരമായിട്ട് തങ്ങളുടെ ആശയങ്ങളെ തങ്ങളുടെ ആ ഒരു ചിത്രീകരിക്കുന്ന രീതിയിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സർ റിയലിസ്റ്റിക് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. എസ്പെഷ്യലി പറയാന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ഈ സർ റിയലിസത്തിലൊക്കെ വരച്ചിട്ടുള്ള പടങ്ങൾ കണ്ട ഒന്നും മനസ്സിലാവില്ല. ചിലപ്പോൾ ഒരു വൈറ്റ് ബോർഡിൽ കുറെ കുത്തി വരച്ചിട്ടുണ്ടാകും. അതിനെയൊക്കെ അതിന്റെ എഴുതിയ വരച്ചിട്ടുള്ള ആൾക്കാർ തത്വചിന്താപരമായിട്ടൊക്കെ ആയിരിക്കും ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ ഈ ഒരു പേജ് നോക്കി. ഈ ഒരു പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എം ടി ആണല്ലേ. ഞാൻ ഇതിലെടുത്തിട്ട് ഇങ്ങനെ പേന എഴുത്തും പിടിക്കുന്നില്ലല്ലോ, വേറെ പേന എടുത്തോ. ഓക്കെ, ഞാനിതാ ഇതിൽ കുറച്ച് കുത്തിവരകൾ വരച്ചു. ആൻഡ് ദിസ് ഈസ് മൈ സർ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിത്രീകരിച്ചുള്ള ഞാൻ സംഭവമാണെന്ന് കരുതിക്ക്. അതിന് തത്വചിന്താപരമായിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് ഒരു കൊച്ചുകുട്ടിയുടെ നല്ല കളങ്കമില്ലാത്ത മനസ്സാണ്. അതിൽ ഞാൻ വരച്ചിരിക്കുന്ന ഈ വരകൾ എന്ന് പറയുന്നത്, കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഈ വരകൾ എന്ന് പറയുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ആ കുട്ടിയുടെ മനസ്സിലേക്ക് വരുന്ന കളങ്കപരമായിട്ടുള്ള ചിന്താഗതികളാണ്. ആക്ച്വലി ദിസ് ഈസ് എ ഹൈലി മീനിങ് ഫുൾ ഇമേജ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ വേർത്ത് വരുന്ന ഒരു ഇമേജാണ് ഇത്തരത്തിലുള്ള സർറിയലിസ്റ്റിക് ആയിട്ടുള്ള ആർട്ട് ഫോമുകൾ എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയാണ് ഒരു ഫിഗറിനെ അല്ലെങ്കിൽ ഒരു ആർട്ട് ഫോമിനെ തത്വചിന്താപരമായിട്ട് വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത്. Did you guys can see the curvature of that lines, and that lines would say that the waves of that thought അല്ലെങ്കിൽ ആ ഒരു ചിന്തകളുടെ ആ ഒരു ഒഴുക്കിനെയൊക്കെ ഇത് എക്സാക്ട്ലി സൂചിപ്പിക്കുന്നത്. ആക്ച്വലി ഇതാണ് തത്വചിന്താപരമായിട്ട് ചിത്രങ്ങളെ വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിവേ, ഒരുപാട് കിടിലമായിട്ടുള്ള സർ റിയലിസ്റ്റിക് ആർട്ടിസ്റ്റുകളുണ്ട്, ജസ്റ്റ് ലൈക്ക് സാൽവദോർ ദാലി. ഈ ഒരു ഫോമിനെ തന്നെ, ഈ ഒരു ആർട്ട് ഫോമിനെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള മേഖലകളിലേക്ക്, ജസ്റ്റ് ലൈക്ക് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ചിത്രരചന, അതും അല്ലാന്നുണ്ടെങ്കിൽ സിനിമകളിൽ വരെ സർ റിയലിസം യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി സർ റിയലിസ്റ്റിക് മൂവീസ് വല്ലതും നിങ്ങൾക്ക് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് വാച്ച് കൊഹിയറൻസ്. ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് മൂവീസ് ഉണ്ട് സ്കൈഫൈയിൽ എന്ന് പറയുന്ന ഹൈലി എന്റർടൈൻമെന്റ് വാല്യൂസ് ഉള്ള മൂവീസ് കുറച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് സർ റിയലിസ്റ്റിക് മൂവി ആയിട്ടുണ്ടായിരുന്ന കൊഹിയറൻസ്. ഇതേപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെയുള്ള ഒരു തത്വചിന്താപരമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒന്നല്ല നമുക്ക് അവിടെ എക്സാക്ട്ലി വേണ്ടത്. അത് നല്ല ഹൈലി എന്റർടൈൻമെന്റ് ആയിട്ട് നമുക്ക് കണ്ടിരിക്കാം. പക്ഷെ കുറച്ച് നേരം നിങ്ങൾക്ക് മനസ്സിലാവും. അത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സർ റിയലിസത്തിനെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് സ്ക്രീൻ പ്ലേ ചെയ്യാന്നുള്ളത്. ദ ഡയറക്ടർ വാസ് സോ ഗുഡ്, നോ ഡൗട്ട് അറ്റ് ഓൾ. അത്രയും കിടിലമായിട്ടാണ് അദ്ദേഹം ആ ഒരു മൂവി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. സർ റിയലിസം എന്ന് പറഞ്ഞ പേര് 1917 ഗില്ലോം അപ്പോളിയൻ എന്ന് പറഞ്ഞുള്ള വ്യക്തിയാണ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സർ റിയലിസം ആൻഡ് മാജിക്കൽ റിയലിസം? ഞാൻ തുടങ്ങിയപ്പോൾ മുതൽ പറയുന്നുണ്ട് സർ റിയലിസം ആൻഡ് മാജിക്കൽ റിയലിസം എന്നൊക്കെ. ആൻഡ് ബോത്ത് ഓഫ് ദം ആർ ഓൾമോസ്റ്റ് സിമിലർ. ബട്ട് okay, let me talk about the difference between surrealism and magical realism. Surrealism is the thing which mostly deals with the things like ഡ്രീം അല്ലെങ്കിൽ ഡ്രീം പോലെയുള്ള സ്വപ്നങ്ങൾ പോലെയുള്ള യുക്തിരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് സർ റിയലിസത്തിൽ പറയുക. ജസ്റ്റ് ലൈക്ക് സാൽവദോർ ദാലിസ് പെയിന്റിങ്. ബട്ട് മാജിക്കൽ റിയലിസം ഈസ് സിമ്പിൾ ആയിട്ട് പറഞ്ഞ ജസ്റ്റ് ലൈക്ക് ഹാരി പോട്ടർ, അല്ലെങ്കിൽ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ പ്രകാശം ജലം പോലെയാണ് എന്ന് പറഞ്ഞ കഥ പോലെയാണ് എന്ത് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. കൂടുതൽ സൊസൈറ്റിയുമായിട്ട് നമുക്ക് ഡയറക്ട്ലി റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ത് മാജിക്കൽ റിയലിസം. സോ I think you got a brief idea about magical realism and surrealism. Thanks for watching.